ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ടൊക്കെ ഉള്ള ആളുകൾ അവരുടെ ഭാര്യമാരൊക്കെ വിളിക്കുന്ന സമയത്ത് എപ്പോഴും പ്രശ്നങ്ങളും പരാതികളും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിളിക്കുന്നത് എന്നുള്ളൊരു പരാതികളാണ് പലപ്പോഴും പറയാറ്. അത് അവരുടെ മാനസികമായിട്ട് വളരെ ഡൗൺ ആക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും പ്രവാസികളായിരിക്കുന്ന സമയത്ത് അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭാര്യയും മക്കളെയും വിളിക്കുന്ന സമയത്ത് എപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് അവിടെ മനസ്സമാധാനമായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ പ്രണയമോ മറ്റോ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നാട്ടിൽ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവരറിയിക്കാതിരിക്കുക. അവരറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കണം. അല്ലാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് പറഞ്ഞത് കൂടുതലായിട്ട് അവരെ ടെൻഷൻ അടിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാതിരിക്കുക. പിന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരാതികളും പരിഭവങ്ങളും പറയുക എന്നുള്ളതാണ്. കാരണം പരസ്പരം കാണാതെ ജീവിക്കുന്ന ആളുകളാകുന്ന സമയത്ത് ഇമോഷൻസ് കൈമാറുന്നതിൽ പരിമിതികളുണ്ടാവും. ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ കഴിയുന്നതും പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യാതെ ഹാപ്പിനെസ്സുകളാവട്ടെ, അവരുടെ ഇഷ്ടങ്ങളാവട്ടെ, അവർക്ക് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാവട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ സംസാരിച്ച് നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്.